ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ റൂമിൽ നമ്മുടെ അനുവും സുകന്യയും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ഗോമതി പോയി സത്യങ്ങളൊക്കെ ബാലനോട് പറയുമോ എന്നുള്ള നല്ല പേടി അവർക്ക് രണ്ടാൾക്കും ഉണ്ട്. ബാലൻ്റെ മുന്നിൽ ഒരുപാട് നേരമൊന്നും അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ നമ്മുടെ ഗോമതിക്ക് സാധിക്കത്തില്ലല്ലോ. എന്നാൽ ബാലനാണെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കയറി വരികയാണ്. അപ്പോൾ ഗോമതിയെ കാണുമ്പോൾ ചോദിക്കും, എടോ ഇത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സാ, വരുന്ന വഴി ഞാൻ കണ്ടപ്പം മേടിച്ചതാ, ദേവിമോക്ക് കൊടുക്കാം. അല്ല ദേവിമോൾ എന്തിയേ? അത് പിന്നെ ബാലേട്ട, ദേവി കുളിക്കുക ബാലേട്ട എന്ന് തപ്പി പതറി പറയും കേട്ടോ. അതിന് താനെന്തിനാ ഇത്ര ടെൻഷനാവുന്നത്? തനിക്കിത് എന്തു പറ്റിയടോ എന്ന് ബാലനപ്പ ചോദിക്കും. എനിക്കൊരു കുഴപ്പമില്ല ബാലേട്ട, ചൂടല്ലേ അതാ. തന്നെ നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ എന്ന് അപ്പം ബാലൻ പറയും. ദേവിമോളെ ഇങ്ങോട്ടങ്ങ് വിളിച്ചേ, കുളിക്കുമെന്ന് പറഞ്ഞില്ലേ ബാലേട്ട എന്നപ്പം ചോദിക്കുക. എങ്കിൽ പിന്നെ എനിക്ക് വേഗം പോകണം, എന്നാ താൻ ഈ ഫ്രൂട്ട്സ് അങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞ് ഗോമതിയുടെ കയ്യിലിട്ടത് കൊടുക്കൂട്ടോ. അപ്പോൾ ഗോമതിയുടെ കയ്യിൽ നിന്നത് താഴെ വീഴും. ഷെടാ, ഇത് എന്തു പറ്റിയടോ തനിക്ക്? താൻ എന്താ ഒരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഗോമതി? അപ്പം സോറി ബാലേട്ട എന്നും പറഞ്ഞ് ഗോമതി നിലത്തിരുന്ന് ആ ഫ്രൂട്ട്സ് ഒക്കെ പെറുക്കി എടുക്കുകയാണ് കേട്ടോ. താനത് വീട്, ഞാൻ പെറുക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ബാലനും കൂടി കൂടുക. അപ്പോൾ ഗോമതിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുഖം ഇങ്ങനെ സാരിത്തുമ്പ് വെച്ച് തുടയ്ക്കുകയാണ്. എന്ത് പറ്റിയടോ തനിക്ക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് പറ എന്ന് പറയാം. എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ബാലേട്ടന് തോന്നുന്നതാ. ബാലേട്ടൻ ഇരിക്കുക, ഞാൻ ഇപ്പോൾ ആഹാരം എടുക്കാം. അങ്ങനെയാണെങ്കിൽ വേഗം താൻ ഭക്ഷണം എടുക്കുക, എനിക്കിന്ന് പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട് എന്നും പറഞ്ഞ് ഗോമതിയെ ആഹാരം എടുക്കാനായിട്ട് പറഞ്ഞു വിടുക. ഇരിക്ക് ബാലേട്ട, ഇപ്പം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയ ഗോമതിയാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും എടുത്തിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇത് ബാലൻ്റെ മുന്നിലോട്ട് വെക്കുക. എന്താ ചെയ്യുന്നതെന്ന് പോലും ഗോമതിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ ബാലൻ ഇങ്ങനെ ഗോമതിയെ തന്നെ സൂക്ഷിച്ച് നോക്കുക. എന്നിട്ട് കുറച്ച് മീൻകറിയും കൂടി എടുത്ത് ആ ചപ്പാത്തിയുടെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. എടോ തനിക്കെന്താ ഭ്രാന്തായോ എന്ന് അപ്പോൾ ബാലൻ ചോദിക്കും. എന്താ ബാലേട്ട, എന്താ ചോദിച്ചത്? തൻ്റെ ചെവിയും കേൾക്കില്ലേ? ഗോമതി, തനിക്കിത് എന്താ പറ്റിയത്? താൻ ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ തൻ്റെ മട്ടും ഭാവവും ഒക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്നോട് പറ എന്ന് ബാലൻ ഇച്ചിരി ശബ്ദം ഉയർത്തി തന്നെ പറയൂട്ടോ. ഇല്ല ബാലേട്ട, ഒരു പ്രശ്നമില്ല, എനിക്ക് ഒരബദ്ധം പറ്റിയതാ. അത് പിന്നെ ഞാൻ എപ്പോഴാണോ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കുന്നത്? ഉച്ചയ്ക്ക് ചോറല്ലാതെ ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് ഇന്നേ വരെ എന്താ കണ്ടിട്ടുണ്ടോ? ഇല്ല ബാലേട്ട, അതാ പറഞ്ഞത്, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നോ ബാലേട്ടൻ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞതുപോലൊരു തോന്നല്, അതാ ഞാൻ ചപ്പാത്തി കൊണ്ട് വെച്ചത്. സോറി ബാലേട്ട, ഇപ്പം തന്നെ ചോറെടുത്ത് തരാം എന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റാണ് കേട്ടോ. ഗോമതി, താനിത് ഏത് ലോകത്താ? താൻ ചെയ്യുന്ന പ്രവൃത്തിയും ഒക്കെ ഒരു മാതിരിയാണല്ലോ. തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറ എന്ന് ബാലൻ വീണ്ടും നിർബന്ധിക്കുക. എനിക്ക് ഒരു കുഴപ്പമില്ല ബാലേട്ട, ഞാൻ ഇപ്പം അടുക്കളയിൽ ചോറെടുത്തിട്ട് വരാം. അനുവും റൂമിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അനുമോൾ പ്രാർത്ഥിക്കുക, ഈശ്വര, അമ്മ ഇപ്പം തന്നെ എല്ലാ സത്യങ്ങളും അച്ഛനോട് വിളിച്ചു പറയുമെന്നാണ് തോന്നുന്നേ. അച്ഛനൊന്ന് ശബ്ദം ഉയർത്തിയാൽ അമ്മ പേടിച്ച് വിറയ്ക്കും. ദൈവമേ, എന്താ ഇപ്പം ചെയ്യുക? ഈശ്വര, അമ്മയ്ക്കൊന്നും പറയാൻ തോന്നല്ലേ, അമ്മയ്ക്ക് ഇച്ചിരി ധൈര്യം കൊടുക്കണേ എന്നും പറഞ്ഞ് അനു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതേസമയം സുകന്യയും ഇങ്ങനെ പതിയെ വാതിൽ തുറന്ന് ബാലനും ഗോമതിയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. ഗോമതി ചേച്ചി ഇത് കൊളവാക്കുമെന്നാണ് തോന്നുന്നത്. ബാലേട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞാലത്തെ അവസ്ഥ, എൻ്റെ ദൈവമേ കൈവിടല്ലേ എന്നും പറഞ്ഞ് സുകന്യയും പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലൻ ഗോമതിയോട് ചോദിക്കും, ദേവിമോൾ എവിടെയാണെന്ന് താൻ എന്നോട് പറഞ്ഞത്? ദേവി കുളിക്കുക ബാലേട്ട, കുളിക്കുകയാണെന്നാ പറഞ്ഞത്. ദേവി ഇപ്പോൾ കുളി കഴിഞ്ഞ് കാണുമല്ലോ, കുറച്ച് സമയം ആയല്ലോ, താൻ പോയി നോക്കിക്കേ. ഞാൻ നോക്കിക്കോളാം ബാലേട്ട. അല്ല, അനുമോൾ എന്തേ? അവൾ ആഹാരം കഴിച്ചിട്ടില്ലല്ലോ, അവളെ വിളിക്ക്, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമല്ലോ. അയ്യോ വേണ്ട ബാലേട്ട. എന്തു വേണ്ടെന്ന്? താൻ എന്തിനാ ഇത്ര ടെൻഷനാവുന്നത്? അനുമോളെ വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അനു പഠിക്കോ ബാലേട്ട? എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നേ? അവൾ പഠിച്ചിട്ട് ഇറങ്ങി വരുമ്പം ഞാൻ അവൾക്ക് ആഹാരം കൊടുത്തോളാം. അടുത്ത മാസം അവൾക്ക് പരീക്ഷയാണെന്നാണ് പറഞ്ഞത്. കൊച്ചെപ്പോഴും അതുകൊണ്ടിരുന്ന് പഠിത്തമാ ബാലേട്ട എന്ന് പറയാം. ഗോമതി, തന്നോട് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കുക, താൻ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ എന്ന് പറയാണേ. ഇല്ല ബാലേട്ട, എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് സാരിത്തുമ്പോണ്ട് വീണ്ടും മുഖമൊക്കെ തുടയ്ക്കുവാണേ. ഇതേ സമയം നമ്മുടെ മീനുമാണ് ദേവിയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. എന്നിട്ട് സ്ട്രെച്ചറിൽ കിടത്തി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോവുക. അപ്പം മീനുമാണ് ഇടയ്ക്കിടയ്ക്ക് എടത്തി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ് ചോദിക്കും, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് പിന്നെ എടത്തി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം തെന്നി വീണതാ എന്ന് മീൻ ഒരു കള്ളം പറയും കേട്ടോ. വയറിടിച്ചാണോ വീണത്? അതെ ഡോക്ടർ, വയറിടിച്ചാണ് വീണത്. അപ്പം മുതൽ ബ്ലീഡിങ് ഉണ്ടോ? അന്നേരം മുതൽ ബ്ലീഡിങ് ഉണ്ട് എന്നൊക്കെ പറയണം. ദേവി, എടത്തിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ? എടത്തിയും
കുഞ്ഞും സേഫ് അല്ലേ എന്ന് മീനു അപ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുക. അപ്പോൾ പറയും ദേവിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്, ബോധം വരുന്നില്ലല്ലോ. അപ്പം അവിടെ നിന്നിരുന്ന നേഴ്സുമാരോട് പറയും IV ചെയ്തോളൂ, ഉടനെ തന്നെ സ്കാനിങ്ങിനും വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയാം. കുറച്ച് ക്രിട്ടിക്കലായിട്ടാണ്, നമുക്ക് സ്കാൻ ചെയ്തതിന് ശേഷമേ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ല ഇത് ഇടത്തേക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ലല്ലോ അല്ലേ, കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ എന്ന് വീണ്ടും വീണ്ടും മീനും ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കൂ, നല്ലത് സംഭവിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം മീനും അവിടെ നിന്ന് കരയുക, ഈശ്വര എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇടത്തിനെ നഷ്ടപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് മീനും ആകെ സങ്കടപ്പെടുക. ഈശ്വര കുഞ്ഞിനും ഇടത്തേക്കും ഒരാപത്ത് സംഭവിക്കല്ലേ എന്നും പറഞ്ഞ് മീനും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഫോൺ വിളിക്കുകയാണ് സുകന്യ. എന്നിട്ട് ചോദിക്കും മീനു ആശുപത്രിയിൽ എത്തിയോ, ദേവിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല സുകന്യ ചേച്ചി, ഡോക്ടർ പരിശോധിക്കാനായിട്ട് കൊണ്ടുപോയേക്കുവാ, സ്കാനിങ് കഴിഞ്ഞാലേ പറയുള്ളൂ, എന്തായാലും സീരിയസ് ആണെന്നാണ് പറയുന്നത്, എനിക്ക് പേടിയാവുക എന്ന് അപ്പം മീനു സുകന്യയോട് പറയുവേ. ചേച്ചി അവിടുത്തെ കാര്യം എന്തായി, അലോകിനെ പറഞ്ഞു വിട്ടോ, അവൻ എഴുന്നേറ്റ് പോയോ ചേച്ചി? അത് മീനാക്ഷി എന്ന് പറഞ്ഞ് സുകന്യ അപ്പം എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പം പറയും അവന് ബോധം വന്നില്ലേ ചേച്ചി, കാര്യം പറ. അത് പിന്നെ മീനു ബാലേട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സുകന്യ ഫോൺ കട്ട് ചെയ്യുവാണേ. ചേച്ചി കാര്യം പറഞ്ഞിട്ട് വെക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പം മീനുവിന് വീണ്ടും ടെൻഷനാവുക, ഈശ്വര അവിടെ എന്തെങ്കിലും അത്യാപത്ത് സംഭവിച്ചോ, അലോകിന് ബോധം വന്നില്ലേ, സുകന്യ ചേച്ചി എന്താ കാര്യം പറയാതെ ഫോൺ കട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതേസമയം അലോക അതേ കിടപ്പ് തന്നെയാണ്. അനു അടുത്തിരുന്ന് പൊട്ടി കരയുക, ഈശ്വര ഇതിനൊക്കെ കാരണക്കാരി ഞാനാ, എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം സുകന്യ അടുത്തേക്ക് ചെന്ന് വാ പൊത്തും, മോളെ നീ ഒന്ന് പതുക്കെ കരയുക, നീ ഇതെന്താ കാണിക്കുന്നേ, ബാലേട്ടൻ ഇവിടെ ഉണ്ട്. ഇത് കേട്ടോണ്ടെങ്ങാണ്ട് ബാലേട്ടൻ കയറി വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താകും, മോളെ നീ ഒന്ന് പതുക്കെ എന്ന് പറഞ്ഞ് വാ പൊത്തുക. ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ, അനു സംഭവിച്ചു പോയി, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം, ഇതിൻ്റെ ബാക്കി നമ്മൾ നോക്കാതെ വേറെ നിവൃത്തിയില്ല മോളെ. അപ്പം വീണ്ടും കരയും. നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാള ഇപ്പം അലോക്. ആരും അറിയാതെ ഇവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതിനുള്ള വഴി ആലോചിക്കുക എന്ന് സുകന്യ അനുവിനോട് പറയണം കേട്ടോ. അപ്പോൾ അനുവാണ് വീണ്ടും കരയുക, തലയ്ക്കടിച്ചോണ്ടാ കരയുന്നേ. ഈശ്വര ഇതിനൊക്കെ കാരണം ഞാനാ എന്നും പറഞ്ഞ് പൊട്ടി കരയാണ്. അനു നീ ഒന്നും കരയാതിരുന്നേ അനു, ഈ സൗണ്ട് കേട്ട് ബാലേട്ടൻ വരും. നീ ഇതെന്താ ഇങ്ങനെ, കാര്യത്തിൻ്റെ സീരിയസ്നെസ് അറിയാതെ ഇങ്ങനെ കരയല്ലേ, ഇത് എന്തായാലും ഇത്രയ്ക്കൊക്കെ ആയി, ഇനി നമുക്ക് ഇതിന് ബാക്കി നോക്കാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറയണേ. അപ്പം അലോകിനെ നോക്കിക്കൊണ്ട് വീണ്ടും അനു കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. സുകന്യാണെങ്കിൽ അവളെ എന്തൊക്കെ ചെയ്തിട്ടും സമാധാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം മീനു ആശുപത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശ്വര എൻ്റെ ദേവിയടുത്തേക്കും കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കല്ലേ, അവരെ കാത്തുകൊള്ളണേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ അതിലൂടെ വരുന്ന ഒരു നേഴ്സിനോട് പെട്ടെന്ന് മീനു പിടിച്ചു നിർത്തി ചോദിക്കുക, സിസ്റ്റർ സ്കാനിങ് കഴിഞ്ഞോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഡോക്ടർ എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ അവിടുന്ന് പോവാണ്. മീനു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം ദേവമംഗലം അനുവാണ് സുഖിനെ എന്തൊക്കെ പറഞ്ഞിട്ടും കരച്ചിൽ നിർത്താതെ പൊട്ടിക്കരയുക. ഈശ്വര ഇവളിങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഇതും കേട്ടോണ്ട് ബാലേട്ടൻ കയറി വന്നാൽ ഇനി ഇപ്പം എന്താകും, എന്താ ഞാൻ ചെയ്യണ്ടേന്ന് പറഞ്ഞ് സുഖിനിക്കും ഒരെത്തും പിടിയില്ലാതെ ഇരിക്കുവാണേ. ബാലിന് ചോറും കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ഗോമതി. അപ്പം ചോറിൻ്റെ മുകളിലേക്ക് വീണ്ടും ചാറ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ബാലിന് ചാടി എഴുന്നേക്കുക, ഇതെന്താ ഗോമതി നീ കാണിക്കുന്നേ, നിന്റെ തലയ്ക്ക് എന്താ വെളിവില്ലേ, ഉള്ള ബോധം കൂടി പോയോ എന്ന് ഗോമതിയുടെ ബാലൻ ചോദിക്കുകയാണ്. എന്താ ബാലേട്ട ഇനി എന്താ പ്രശ്നം എന്ന് സഹികെട്ട പോലെ ഗോമതിയും ചോദിക്കുക. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, തനിക്കിത് എന്തു പറ്റിയടോ, താൻ ഈ ലോകത്തൊന്നും അല്ലേ, തനിക്ക് എന്താ സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ ഗോമതി എന്ന് ബാലൻ പറയുക. എനിക്കൊരു പ്രശ്നമില്ല ബാലേട്ട, ബാലേട്ടൻ ഇപ്പം എന്താ, ഞാൻ ചോറും കറിയും എടുത്ത് തന്നില്ലേ. അപ്പം പെട്ടെന്ന് ബാലൻ ചോദിക്കും, ഞാൻ ദേവിമുഖ് കൊടുക്കാൻ നിന്റെ കയ്യിൽ തന്ന ഫ്രൂട്ട്സ് എന്തേ, അത് ഞാൻ കൊടുത്തല്ലോ ബാലേട്ടാ, അത് നീ കൊടുത്തോ, എങ്കിൽ പിന്നെ ഈ ഇരിക്കുന്നത് എന്താടോ എന്ന് ടേബിളിലിരിക്കുന്ന ഫ്രൂട്ട്സ് കാണിച്ചുകൊണ്ട് ബാലൻ ചോദിക്കുകയാണ്. അപ്പം ഗോമതി ഞെട്ടി നിൽക്കുക, അപ്പം ഞാൻ കൊടുത്തില്ലേ, തനിക്ക് എന്താ സംഭവിച്ചേ, താൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ എന്ന് ബാലൻ വീണ്ടും ചോദിക്കുക. അതേസമയം റൂമിലാണെങ്കിൽ അനുശ്രീയാണ് കരച്ചിലാണ്. ഗോമതി തന്നോടാ ഞാൻ ചോദിക്കുന്നേ, താനിത് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്,
ഗോമതി തനിക്കിത് എന്താ സംഭവിച്ചത്? താൻ കാര്യം എന്താന്ന് എന്നോട് പറയടോ. ഇന്ന് താൻ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ? ഇന്നേ വരെ ഉച്ചയ്ക്ക് താൻ എനിക്ക് ചപ്പാത്തി വിളമ്പിയിട്ടില്ല. താൻ ഇന്ന് എനിക്ക് ചപ്പാത്തി വിളമ്പി, അതിനുശേഷം ചോറ് കൊണ്ടുതരുന്നു. ചോറിന് കറി ഇങ്ങനെയാണോ ഞാൻ കഴിക്കുക? ഓരോ കാര്യങ്ങളും കൃത്യമായി ഓർത്ത് ചെയ്യുന്ന താൻ ഇന്ന് ഫ്രൂട്ട്സ് ഇവിടെ മറന്നു വെച്ചിട്ട് ദേവിമുക്ക് കൊടുത്തെന്ന് കള്ളം പറയുന്നു. തന്നോടാ ഞാൻ ചോദിക്കുന്നത്. താൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഗോമതിയെ എനിക്കറിയാം. താൻ ഇന്ന് എല്ലാം അവതാളത്തിലാക്കുക. എന്താ തൻ്റെ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തല കുനിച്ചിരിക്കാതെ എന്നോട് പറയുന്നുണ്ടോ ഗോമതി എന്ന് ബാലൻ ചോദിക്കുക. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഗോമതി സത്യം പറ, ഇവിടെ എന്താണ് സംഭവിച്ചത്? താൻ എന്താ എന്നിൽ നിന്ന് മറയ്ക്കാനായിട്ട് നോക്കുന്നേ? തന്നോടാ ഞാൻ പറയുന്നത് എന്ന് ചോദിക്കേ. അപ്പോഴത്തേക്കും ഗോമതി പെട്ടെന്ന് അവിടെ നിന്ന് കരയുക കേട്ടോ. കൈ രണ്ടും തലയ്ക്ക് കൊടുത്തു നിന്ന് കരയുക. ഗോമതി താൻ എന്താ ഈ കാണിക്കുന്നേ? താൻ എന്തിനാ കരയുന്നത്? താൻ കരയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? എടോ തന്നോടാ ഞാൻ ചോദിക്കുന്നത്. ബാലേട്ട. എന്താ ഗോമതി? എന്താന്ന് വെച്ചാൽ പറ ബാലേട്ട. നമ്മുടെ കുടുംബം തകർന്നു ബാലേട്ട. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു ബാലേട്ട. കുടുംബം തകർന്നെന്നോ? അതെ ബാലേട്ട, നമ്മുടെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു ബാലേട്ട. താൻ എന്താ ഈ പറയുന്നേ? താൻ എന്തിനാ കരയുന്നേ? എന്താന്ന് വെച്ച തുറന്നു പറ ഗോമതി. ഒന്ന് തുറന്നു പറ. എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറയുന്നുണ്ടോ? താൻ എന്തിനാ കരയുന്നേ? ഗോമതി തന്നോടാ ഞാൻ ചോദിക്കുന്നേ. ഒന്ന് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടോ? എന്നെയും കൂടി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. നമ്മുടെ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? അപ്പം ഗോമതിയാണ് അനുവിൻ്റെ റൂമിലേക്ക് കൈ ചൂണ്ടി കാണിക്കുക. അതേസമയം അനു ആണെങ്കിൽ കരച്ചിൽ നിർത്താതെ പൊട്ടി പൊട്ടി കരയുക. അപ്പോഴത്തേക്കും സുകന്യ പറയും, അനു മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുകയാണേ. ഇതേസമയം നമ്മുടെ ആനന്ദാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും ഒക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുക. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത്. മീനു ആട്ടോ വിളിച്ചത്. മീനു എന്താ മോളെ? അതെ ആനന്ദേട്ടാ, സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് വരുമോ? സിറ്റി ഹോസ്പിറ്റലിലേക്കോ? അതെ. മീനു എന്താ കാര്യം? എന്തിനാന്ന് വെച്ചാൽ പറയുന്നുണ്ടോ? ആനന്ദേട്ടനൊന്ന് വേഗം ഇങ്ങോട്ടൊന്ന് വാ, എനിക്ക് പേടിയാവാ, വേഗം വാ ആനന്ദേട്ടാ എന്നും പറഞ്ഞ് മീനു കരഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. മീനു, അയ്യോ മീനു എന്തിനാ അങ്ങോട്ട് വരാൻ എന്നെ വിളിച്ചത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈശ്വര, ആർക്കും ഒരു ആപത്ത് സംഭവിക്കല്ലേ എന്നും പറഞ്ഞ് ആനന്ദാണ് വണ്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. അതേസമയം അനുവിൻ്റെ റൂം ചെന്ന് മുട്ടുവാണ് കേട്ടോ നമ്മുടെ ബാലൻ. അപ്പം സുകന്യ വന്ന് വാതിൽ തുറക്കുക. ബാലനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സുകന്യ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഗോമതി ചേച്ചി ബാലേട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അനുമോളാണ് അവിടെ നിന്ന് കരയുക. അപ്പം അനുമോളുടെ ഭ്രാന്ത് പിടിച്ച പോലത്തെ കരച്ചിലും കോലും എല്ലാം കാണുമ്പോഴത്തേക്കും ബാലനാണ് എന്തോ പോലെ ആവുകയാണേ. മുടിയൊക്കെ പടത്തിയിട്ട് തലയിൽ മുടിയൊക്കെ വലിച്ചു പറിച്ച് ഒരു ഭ്രാന്തിയെ പോലെ ആയിരുന്നു ഇപ്പം കരയുന്നത്. എല്ലാം കൂടി ബാലനെ ഇപ്പം പെട്ടെന്ന് അലോകിനെ കാണത്തില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് കയറി നോക്കുമ്പോഴാണ് അലോക് അവിടെ കിടക്കുന്ന കാണുന്നത്. എന്താ ഇതൊക്കെ? എന്താ ഇത് എന്ന് ബാലൻ സ്തംഭിച്ചൊരു നിമിഷം നിൽക്കുക. അപ്പോൾ ഗോമതിയും പിന്നാലെ വരികയാണ് കേട്ടോ. അനുമോളെ എന്താ സംഭവിച്ചത് എന്ന് ബാലൻ ചോദിക്കുക. ഇവിടെ എന്താ സംഭവിച്ചപ്പം ബാലനാണെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അലോക് മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ സുകന്യയും അനുമോളും നമ്മുടെ ഗോമതി നിൽക്കുകയാണ്. എന്താ ഇത്? അപ്പോൾ ഗോമതി ആണെങ്കിൽ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതേസമയം ആശുപത്രി മീനു ആണെങ്കിൽ അവിടെയും കരച്ചില്ല. ഈശ്വര, ഞങ്ങളെ കൈവിടല്ലേ, ഇങ്ങനെ പരീക്ഷിക്കല്ലേ, ഇങ്ങനെ ഞങ്ങൾ വേദനയ്ക്ക് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ ദൈവത്തിനും കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞ് മീനു പുറത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും